വഖഫ് ഭൂമിക്കെതിരായ മുനമ്പംകാരുടെ സമരം ഇന്ന് 50-ാം ദിവസത്തിൽ. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സമരക്കാർ സ്വാഗതം ചെയ്തെങ്കിലും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, 50 ദിവസം പിന്നിടുകയാണ് ഈ സമരം. ഇപ്പോഴും അവരുടെ റവന്യൂ അവകാശങ്ങൾ, അതാണ് അവരുടെ ഏറ്റവും പ്രഥമ പരിഗണനയും. ലോൺ എടുക്കുന്നതിന് അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, പഠനത്തിനും ചികിത്സയ്ക്കും അടക്കം പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ കമ്മീഷനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും അവരുടെ ആ ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. ഗൂഗിൾ, താമസക്കാരുടെ അവകാശങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന എന്നാണ് സർക്കാർ പറയുന്നത്. എപ്പോഴും ആ സമരം കൃത്യമായി തുടർന്ന് അവരുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുവരെ സമരം തുടരും എന്നുള്ള ഉറച്ച നിലപാടിൽ മുനമ്പംകാർ ഇപ്പോഴും തുടരുകയാണ്. ജനിച്ച മണ്ണിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള സമര പോരാട്ടത്തിനാണ് ഇന്ന് 50 ദിവസം ആകുന്നത്. ആ സമരപ്പന്തലിൽ ഇപ്പോഴും വർദ്ധിത വീര്യത്തോടെ ആളുകൾ തുടരുകയാണ്. പല മേഖലകളിൽ നിന്നും സമരത്തിന് പിന്തുണയുമായി ആളുകൾ വന്നതോടെ സമരത്തിൻ്റെ ഒരു ഊർജ്ജം വീണ്ടും കൂടിയിരിക്കുന്നത്. 50-ാമത്തെ ദിവസം ഇവിടെ എത്തുമ്പോൾ ഇവിടെ പ്രതീക്ഷകൾ ഒരുപാടാണ്. സർക്കാരിൻ്റെ ഇടപെടലും ഒപ്പം വിവിധ സംഘടനകളുടെ പിന്തുണയും എല്ലാം അത് അനുകൂലമാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ചേച്ചി, ഇന്നിപ്പോൾ 50 ദിവസം എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്, കരുതുന്നത്? ഞങ്ങളിപ്പം കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ, 3 മാസമാണ് പറഞ്ഞേക്കണത്. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. പ്രതീക്ഷിക്കുന്നു? അതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു കമ്മീഷൻ വെച്ച് പോയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത കമ്മീഷൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കി എന്തായാലും വിജയിക്കണ വരെ ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഗൂഗിൾ. വലിയ പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും ആ പ്രതീക്ഷകൾ ലക്ഷ്യം കാണുന്നതുവരെ ഉറച്ച സമരം എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. കേവലം 50 ദിവസം മാത്രമുള്ള സമരമല്ല, അതിനു മുൻപേ വർഷങ്ങൾ മുന്നേ 2 വർഷത്തോളമായി വലിയ സമരത്തിലാണ് മുനമ്പംകാർ എന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് രാഷ്ട്രീയ കേരളത്തിൻ്റെയൊക്കെ ശ്രദ്ധ വന്നത് സമീപകാലത്താണ് എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മറ്റൊരു പ്രശ്നം. എന്തായാലും ആ സമരം ഇപ്പോഴും ഊർജ്ജമായി തന്നെ തുടരുകയാണ്. ചേട്ടാ, അവർ പറഞ്ഞതുപോലെ തന്നെയാണോ കാര്യങ്ങൾ? ഈ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടാണോ നിങ്ങൾ സമരത്തിലിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. വിജയിച്ചിട്ടേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. പിന്നെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഈ കമ്മീഷനെ ഞങ്ങൾ പൊടിയിടാൻ വേണ്ടിയാണ്, സമരത്തിന്റെ ശക്തി കുറക്കാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മീഷൻ. അല്ലാണ്ട് ഈ കമ്മീഷൻ കൊണ്ടൊരു വിജയം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഉറച്ചു തന്നെ മുന്നോട്ടാണ്. എന്തായാലും ഈ കമ്മീഷനിൽ അതുകൊണ്ട് ഒരു പൂർണ്ണമായ പരിഹാരം എന്നുള്ളത് അവർ കാണുന്നില്ല. എങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ഇവരുടെ അവകാശം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. എന്തായാലും 50-ാം ദിവസവും സമരം ശക്തമായി തന്നെ തുടരുകയാണ്. ഗൂഗിൾ. ശരി, അശ്വിൻ പാലാഴിയാണ് മുനമ്പത്ത് നിന്ന് ഉയർന്നത്. ഏതായാലും കമ്മീഷൻ അത് ഇനി ഒരു നിയമ നടപടിയോ അല്ലെങ്കിൽ നിയമക്കുരുക്കിലേക്കോ ഈ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് പോകരുത് എന്ന് ആഗ്രഹിച്ചാണെന്ന് സർക്കാർ പറയുമ്പോഴും ആ കമ്മീഷന് രൂപീകരിച്ചതോ അതിൻ്റെ നടപടികളോ തങ്ങളുടെ സമരത്തെ തണുപ്പിക്കാനാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. അടിയന്തരമായി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നതാണ് മുനമ്പ് നിവാസികളുടെ ആവശ്യം.